നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത കേരളം വികസിത ആറ്റിങ്ങൽ എന്ന ആ മുദ്രാവാക്യത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് അവിടെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം പൊളിച്ചിട്ട് വലിയ വിഷയമൊക്കെ ആയ ഒരു സംഭവമായിരുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് CPM കൈമുതലാക്കി വെച്ചിരുന്ന ഒരു വാർഡാണത്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നേടിയെടുത്തത്. നമസ്കാരം. ഇന്ന് ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമായിരുന്നു. സുധീർ ആയിരുന്നു അത് നമ്മുടെ പത്രസമ്മേളനമൊക്കെ വിളിച്ചത്. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നത്തെ കാര്യം കൊട്ടിയോട് വാർഡിൻ്റെ കേസാണ് ഈ സംസാരിക്കുകയാണ്. കാരണം കൊട്ടിയോട് വാർഡ് ഒരു ശബരിമല ക്ഷേത്രം, അവിടെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം പൊളിച്ചിട്ട് വലിയ വിഷയമൊക്കെ ആയ ഒരു സംഭവമായിരുന്നു. ഒരു പക്ഷേ അതൊരു വലിയ വിഷയമാക്കി എടുക്കാനായിട്ട് അന്ന് കഴിഞ്ഞില്ല. അന്ന് പറയും പോലെ പോലീസിനെയൊക്കെ ഇറക്കിയിട്ട് ആയിക്കോട്ടെ വിഷയം. പക്ഷേ അന്ന് രാജു എന്ന് പറയുന്ന CPM മെമ്പറാണ് ജയിച്ചത്. പക്ഷേ ഇത്തവണ രാജു മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറി വേറെ വാർഡിൽ മത്സരിച്ചു. അവിടെ രാജേഷ് മാധവൻ ചേട്ടൻ മത്സരിച്ചു. അദ്ദേഹം ജയിച്ചു. ഒരു പക്ഷേ ഈ പറയുന്ന ശബരിമല വിഷയമായിട്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രം പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണോ ഒരു പക്ഷേ നിങ്ങൾ സഹായിച്ചത്? തീർച്ചയായിട്ടും അത് മാത്രമല്ല, അവിടെ സ്വാഭാവികമായിട്ട് വരേണ്ട പല വികസനങ്ങളും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും അവിടെ ആ ഒരു ഭജനമഠം പൊളിച്ചതും ഒരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ അഹോരാത്രമായ പ്രവർത്തനം അതും ഒരു ഘടകമാണ് അവിടുത്തെ വിജയത്തിന്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് CPM കൈമുതലാക്കി വെച്ചിരുന്ന ഒരു വാർഡാണത്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നേടിയെടുത്തത്, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത്. ചേട്ടാ ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം രാജു എന്ന് പറയുന്ന ഒരു അത്രയും അറിയപ്പെടുന്ന ആറ്റിങ്ങിൽ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേതാവ് അവിടെ ആ ഒരു മണ്ഡലം കൈയൊഴിയുന്നു, വേറൊരാളെ ഏൽപ്പിക്കുന്നു. അത് അത്രയും അറിയപ്പെടാത്ത ശശി എന്നുള്ള ഒരു ചേട്ടനാണ് അത് ഏൽപ്പിക്കുന്നു. ഭീകരമായ പരാജയം ഏറ്റുവാങ്ങുന്നു. ഇതിൻ്റെ പിറകിൽ എന്താ പറയുക, ഒരു ഒഴിവാക്കൽ നയവും അല്ലെങ്കിൽ രക്ഷിക്കൽ നയവും ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യം അതാണ്. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ സംഭവം? അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇത് ഇലക്ഷൻ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും പ്രവർത്തകരും പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അതിലുള്ളത്. ഞങ്ങളപ്പോൾ ആ വാർഡിൽ ഉടനീളം നിങ്ങൾ പോയി സംസാരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്നത് അയ്യപ്പന് വേണ്ടി നമ്മൾ നിൽക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ ഫാക്ടർ വലിയ ഫാക്ടർ അല്ലേ അത്? അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, ജനങ്ങളെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മെയിൻ ഫാക്ടർ. അവിടെ കാലങ്ങളായിട്ട് കൊണ്ടുവരേണ്ട 2-3 ചെറിയ കോളനികളുള്ളൊരു വാർഡാണത്. അവിടെ കൊണ്ടുവരേണ്ട വികസനമൊന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതി തന്നെ കൃത്യമായും അവിടെ ജനങ്ങളിൽ എത്തിയിട്ടില്ല. പല സ്ഥലങ്ങളിലും പാർട്ടി സ്വാധീനം അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്, പലർക്കും കൊടുത്തിട്ടില്ല. ഉദാഹരണം തന്നെ മുമ്പിലൊരു കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊരു കാരണമാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ സുധീർ പറഞ്ഞു വെച്ചാൽ ഒരുപാട് അടിയൊഴുക്കുകളുണ്ടായിട്ടുണ്ട്, ഒരുപാട് കാശ് എറിഞ്ഞിട്ടുണ്ട്, LDFിലൂടെ കാശ് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുറമേ പറയുന്നത് BJP ആണ് കാശ് എറിയുന്നതെന്ന് പറയുന്നു. തിരിച്ച് നിങ്ങളും ആരോട് ഉന്നയിക്കുന്നു അവർ കാശ് എറിഞ്ഞു, മദ്യം എറിഞ്ഞു എന്നൊക്കെ അവർ നിങ്ങളും പറയുന്നത്. എന്താണ് വാസ്തവം? എന്താണ് ഇതെങ്ങനെയാണ് ഇത് കാശ് ഒരു വോട്ടിനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി നടത്തുന്ന കേന്ദ്ര പദ്ധതികളാണ് ഞങ്ങൾ ഓരോ വോട്ടർമാരോടും ഞങ്ങൾ പറഞ്ഞത്. നരേന്ദ്രമോദി നടത്തുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മുടെ വികസിത ഭാരതം വികസിത കേരളം വികസിത ആറ്റിങ്ങലിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചതും. ആ വികസിതം എത്തിക്കുക തന്നെയാണ്, മാറാത്തത് ഞങ്ങൾ മാറും എന്ന മുദ്രാവാക്യത്തോടുകൂടിയാണ് ഈ തവണ നമ്മൾ ഇലക്ഷൻ നേരിട്ടത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതുമല്ല, 10 സ്ഥലത്ത് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞതും ആ ഒരു നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത കേരളം വികസിത ആറ്റിങ്ങൽ എന്ന ആ മുദ്രാവാക്യത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്കത് കടന്നു വരാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. അതിൽ വേറൊരു തർക്കവും അതിനകത്ത് ഉണ്ടാകുന്നില്ല. കോൺഗ്രസിൻ്റെ അന്തചിത്രമാണോ CPMൻ്റെ വിഭാഗീയതയാണോ? എങ്ങനെയാണ് അത് ഒരു BJPക്ക് വല്ലം സഹായമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 30-40 വോട്ടിൻ്റെ വോട്ടിംഗ് ഷെയറേ കൂടിയിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെ അകത്തുള്ള വിഭാഗീയതയും അല്ലെങ്കിൽ CPM വിഷയം വല്ല എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അതേ നരേന്ദ്രമോദിയുടെ സംഭവങ്ങളൊക്കെയാണോ അത് സഹായിച്ചത്? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ട് തന്നെയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനാണ് അഹോരാത്രമായിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രവർത്തനം ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. നരേന്ദ്രമോദി ഫാക്ടറി ആണെങ്കിൽ ചേട്ടാ 30 വോട്ടിൻ്റെ വോട്ടിംഗ് ഷെയറല്ലേ കൂടേണ്ടത്? ഒരുപാട് കൂടുതലേ. ഇതെങ്ങനെ കുറഞ്ഞു? ഇവിടെയാണോ എന്തെങ്കിലും? നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ, ഇതിൽ കൃത്യമായ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്, വലിയ അട്ടിമറി നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കൊട്ടിയോട് പോലെയുള്ള ഒരു ഭാഗം നമ്മൾ വിജയിക്കുമെങ്കിൽ നമ്മളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണത് തെളിയിക്കുന്നത്. ആ മാറ്റമാണ് അവർ ആഗ്രഹിക്കുന്നതും അത് തെളിയിക്കപ്പെട്ടത്. ശരി, ഏതായാലും വളരെ രസകരമായ സംഭവമാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ സുധീരോട് പ്രസ്താവിച്ചത്. കാരണം 250-400 വോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് 30 കുടുംബക്കാരുടെ വോട്ട് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആറ്റിങ്ങലിലെ പല മണ്ഡലങ്ങളും മാറി. ഇനി പിറകിൽ അന്തർജിതത ഇല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എങ്ങനെ മാറി എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. കാരണം
400 വോട്ട് 500 വോട്ടൊക്കെ കൊടുത്ത് 30 വോട്ടിലേക്ക് മാറണമെങ്കിൽ കുടുംബക്കാരും അവരും മാത്രം വോട്ട് ചെയ്താൽ അതിനേക്കാൾ വോട്ട് കിട്ടുമല്ലോ. വളരെ ഇത് ചോദ്യചിഹ്നമായി തുടർന്നു. അന്വേഷിക്കേണ്ടത് ഈ പാർട്ടികളൊക്കെയാണ്. ഇവരുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് അവർ തന്നെയാണ്. അതൊരു പരീക്ഷണമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു. എന്തായാലും തുടർന്ന് നമ്മുടെ കാര്യങ്ങളിലേക്ക് എല്ലാം കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. വിസ്മയസിനോട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.